ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഓണം വിഭവം കാളനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കാളൻ. ഇതേപോലെ നമുക്ക് കുറുക്കി എടുക്കണം. അപ്പോൾ ഇത് മോര് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 1/2 ലിറ്റർ പാല് വീട്ടിൽ തന്നെ ഉറയൊഴിച്ചുണ്ടാക്കിയ മോരാണിത്. അപ്പോൾ കുറച്ച് പുളിയുള്ള മോര് നമ്മൾ എടുക്കാൻ നോക്കണം. ഒരുപാട് പുളിയാകരുത്, കുറച്ച് പുളിയുള്ള മോര് വേണം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിൻ്റെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് മോര് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് മോരെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഒരൊറ്റ കറക്കേ പാടുള്ളേ. ഒരുപാട് കറക്കിയിട്ടുണ്ടെങ്കിൽ മോര് പുറത്തേക്ക് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളം പോലെ ആവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള മോരും അടിച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. ഇനി ചെറിയ ജാറെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് 1/4 ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഇടുന്നത്. പിന്നെ 2 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഈ ജാറിൽ ഇത് അരച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ട് 4 ടീസ്പൂൺ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇല്ലാതെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ജീരകമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായി അരച്ചെടുക്കുക. ഇതേപോലെ അരഞ്ഞിടണം. ഇവിടെ നന്നായി അരഞ്ഞിട്ടിട്ടുണ്ട്. ജീരകമൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് 3 പച്ചമുളകും 8-10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല. മുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പും ഇതിൽ നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. അരപ്പൊന്ന് തിളയ്ക്കുന്നോടം വരെ ഇളക്കണം. അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മോര് ഒഴിച്ചു കൊടുക്കണം. വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ മോര് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അരപ്പ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കഴിഞ്ഞേ ഞാൻ ഇടുന്നുള്ളൂ. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി. കാരണം ഇത് കുറച്ച് കുറുകിയിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൽ ഇളക്കാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് തിള വരുമ്പോൾ നന്നായിട്ട് ഇളക്കണം. അതുവരെ കുറച്ച് നേരം ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. തിള വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കണം. അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി നമുക്കിത് കുറുക്കി എടുക്കണം. അപ്പം ഇതിൻ്റെ ഇളക്ക് നിർത്തരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് ക്ഷമ വേണം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. കുറച്ച് നേരം ഇളക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇളക്കിയില്ലാച്ചാൽ ഇത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായി ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലായാൽ വേഗം തന്നെ പുറത്തേക്ക് ചാടിപ്പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇടുന്നത് കേട്ടോ. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കാളൻ ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ച് ദിവസം അധികം ഇരിക്കും. അത് വേഗം കേടായി പോകുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാവുന്നതാണ്.
കൂടുതലും കാളൻ ഉണ്ടാക്കുന്നത് സദ്യയിലാണ്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത് മോര് കറിയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വാഴക്കയിട്ടോ കുമ്പളങ്ങയിട്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കാളൻ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. അത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്പ്പ് വരും. അപ്പോൾ 1/4 ടീസ്പൂണേ ഇട്ട് കൊടുക്കാവുള്ളൂ. വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായി നൈസായി പൊടിച്ച് വെച്ചതാണ് ഞാനിത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാളൻ വാങ്ങാറാകുമ്പോഴേ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം മോരൊഴിച്ചതാണ്. അപ്പോൾ ഇത് കുറുകി ഇതിൻ്റെ ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകരുത് കാളൻ. അപ്പോൾ അങ്ങനെ നിൽക്കണം, ആ പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കാൻ മറക്കരുത്. കുറച്ച് പുളിയും കുറച്ച് എരിവും ഉള്ള ഒരു കറിയാണിത്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയൊരു ഓണ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.